ആക്ച്വലി ഞാൻ പറയുന്നതിൻ്റെ സെൻസ് നിങ്ങൾക്ക് മനസ്സിലാവണം. അങ്ങനത്തെ ഒരു ക്ലെയിം വരരുത്. ഞാൻ എനിക്ക് വേണ്ടിയേ അല്ല ജീവിക്കുന്നത്, ഞാൻ പൂർണ്ണമായും നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഞാൻ ജീവിച്ചിരിക്കുന്നതേ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന വ്യക്തി പറയുമ്പോൾ അങ്ങനെ പറയും. ബട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കുറച്ച് കാലം കഴിയുമ്പോൾ ആ മറ്റേ വ്യക്തിക്ക് ഈ വ്യക്തി ഒരു ശല്യമായിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഈ വ്യക്തി അങ്ങോട്ട് നിലത്തുനിന്ന് ചാടിയിട്ട് പുള്ളിയുടെ തോളത്ത് അങ്ങോട്ട് കയറിയിരുന്നിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മേലെ ജീവിക്കുള്ളൂ, ഒട്ടിപ്പിടിച്ചിട്ട് ഇത്തിക്കണ്ണി പോലെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതേപോലെയാണത്. ഈ വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു കാലുണ്ട് നിൽക്കാൻ, അതിൽ നിൽക്കണം, എന്നിട്ടാണ് സ്നേഹിക്കേണ്ടത്, അല്ലാതെ അതിൻ്റെ മേലെ വലിഞ്ഞു കയറുമല്ല. എല്ലാ വ്യക്തിക്കും വ്യക്തിഗതമായൊരു അസ്തിത്വമുണ്ട്, ഇത് മറക്കരുത്. കപ്പിൾ ഐഡൻറ്റിറ്റി, ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ 2 ഐഡൻറ്റിറ്റി ഉണ്ട് മനുഷ്യന്. വേറെയും കുറേ ഐഡൻറ്റിറ്റി ഉണ്ട്. ഈ സബ്ജക്റ്റിൽ 2 ഐഡൻറ്റിറ്റി ഉണ്ട്. ഒരു വ്യക്തി ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റിയെ നശിപ്പിച്ചിട്ട് കപ്പിൾ ഐഡൻറ്റിറ്റിയെ കുറിച്ച് ചിന്തിക്കരുത്. ഒരു വ്യക്തി കപ്പിൾ ഐഡൻറ്റിറ്റിയെ നശിപ്പിച്ചിട്ട് ഇൻഡിവിജ്വലായിട്ടും ചിന്തിക്കരുത്. ഇതിൻ്റെ ഇടയിലുള്ള ബാലൻസിങ് ആണ് ലൈഫ്. ഇതൊക്കെ ശല്യങ്ങൾ ഉണ്ടാക്കും. അവിടെയാണ് ഈ കുടുംബങ്ങൾ തകരുന്നത്. ഇത്തരം ഒരു വ്യക്തിത്വാവബോധം, ഒരു പൗരാവബോധം, ഒരു സോഷ്യൽ കോൺഷ്യസ്നെസ്, ഇതൊന്നും ഇല്ലാത്ത, ഒരന്തവും ഇല്ലാത്ത മനുഷ്യർ പോയി കല്യാണം കഴിക്കുന്നതുകൊണ്ടാണ്, എന്താണ് വിവാഹ ജീവിതം എന്ന് പോലുമുള്ള വിവരമില്ലാതെ വിവാഹം കഴിക്കുന്നതുകൊണ്ടാണ് ഈ കുഞ്ഞു 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 പ്രശ്നങ്ങൾക്ക് മുഴുവനും പരാതികളാവുന്നത്. ഇമോഷണൽ പ്രശ്നങ്ങൾ ശരിക്കും ഉണ്ടാകുന്ന ടോർച്ചറിങ്ങുകളും മറ്റും ഉണ്ട് കേട്ടോ, അത് ഞാൻ വേറെ കാര്യമാണ്. ഇത് വെറുതെ പരാതികളും പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അത് അപക്വതയാണ്. അവരൊന്നും കല്യാണമേ കഴിക്കാൻ പാടില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം. ഇപ്പം ബന്ധത്തിൻ്റെ കല എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. സ്വന്തം അസ്തിത്വത്തിലും വ്യക്തിത്വത്തിലും ഊന്നി നിന്നുകൊണ്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്, അതേപോലെ മറ്റൊരു വ്യക്തിയുടെ അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ പണിയാൻ പറ്റുന്നൊരു പാലത്തിന് എത്ര വിലയുണ്ടോ അതിൻ്റെ പേരാണ് ബന്ധം. അതൊരു വ്യക്തിയാണ്, ഇതൊരു വ്യക്തിയാണ്. രണ്ടും ഒന്നായിട്ടൊന്നുമില്ല. വെറുതെ കവികൾ പറയും 2 മനസ്സും 2 ശരീരവും ഒന്നാവുന്നു, വെറുതെ പറയാണ്. ഇത് രണ്ട് വ്യക്തിയാണ്. ഈ 2 വ്യക്തികൾ വളർന്ന സിറ്റുവേഷൻ വേറെ, അവരുടെ ജനിതകം വേറെ, എല്ലാം വേറെയാണ്. ഇതൊന്നും ഒന്നാവുമൊന്നുമില്ല, വെറുതെ പറയുന്നതാണിത്. ഇത് 2ആയി നിന്നുകൊണ്ട് ഇതിൻ്റെ 2ൻ്റെ ഇടയിൽ ചേരാനുള്ള സാധ്യതകളിൽ, സ്നേഹിക്കുവാനുള്ള സാധ്യതകളിൽ തെരച്ചിൽ നടത്തലാണ് ബന്ധം, വിവാഹബന്ധം. അല്ലാതെ ഒരാൾ പൂർണ്ണമായും മറ്റൊരാളുടെ കൂടെ ആയി മാറില്ലോ, ഒരാളുടെ ഇമോഷൻ മുഴുവൻ മറ്റൊരാൾ ശരിയാക്കി കൊടുക്കലോ ഒന്നും അല്ല. അതാണ്. അങ്ങനെയൊന്നും ഒരു മനുഷ്യനും കഴിവില്ല. ഈ മനുഷ്യരെല്ലാം സൈക്കോളജിസ്റ്റുകളൊന്നും അല്ലല്ലോ എല്ലാ ഇമോഷനും ഹാൻഡിൽ ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊടുത്താലും അപകടമാണ്. എൻ്റെ ഭാര്യയ്ക്കുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും ഞാൻ പരിഹരിച്ചു കൊടുത്ത് ജീവിക്കുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഒട്ടും ചിന്തയില്ലാത്തവനാണെന്നാണ് അർത്ഥം.